നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 23ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇടുക്കി ജില്ലയിലെ പ്രബുദ്ധ രാഷ്ട്രീയക്കാരും ഇപ്പം നമ്മുടെ പ്രബുദ്ധരായ രാഷ്ട്രീയക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ചോയ്സിൽപ്പെട്ട് വരുന്ന ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ജില്ലാ പോലീസ് മേധാവിമാർക്കുമായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. എൻ്റെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർവീസിലുള്ളൊരു പോലീസുകാരൻ വന്ന് ഒരു കമൻ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ PR നടത്തിയ MDMA-കാരൻ വിലസി നടക്കുന്നു എന്നാണ് ആ കമൻ്റ്. സർവീസിലുള്ള പോലീസുകാരൻ്റെ കമൻ്റ്, നിങ്ങൾ PR നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ വിലസി നടക്കുന്നു എന്നുള്ളതാണ്. അത് നല്ലതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം നമ്മുടെ പ്രബുദ്ധരായ രാഷ്ട്രീയക്കാരുള്ള ഈ നാട്ടിൽ അയാൾ വിലസി നടന്നില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം എനിക്കല്ല, ഈ സിസ്റ്റത്തിനാണ്, അല്ലെങ്കിൽ മേധാവിമാർക്കാണ് കുഴപ്പം. അതുകൊണ്ടാണ് അയാൾ വിലസി നടക്കുന്നത്. ആ സംഭവം സംബന്ധിച്ച് ഞാൻ ചുരുക്കം ചില വാക്കുകളിൽ പറയാം. പോലീസ് ആസ്ഥാനത്ത്, ഇടുക്കിയിലെ പോലീസ് ആസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു പോലീസ് സംവിധാനമുണ്ട്. അത് എയർ ക്യാമ്പുകളൊക്കെ അബോളിഷ് ചെയ്ത ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. DHQ സംവിധാനം എന്നാണ് അതിനറിയപ്പെടുന്നത്. അവിടെ ഡ്യൂട്ടി ഓഫീസറും അസിസ്റ്റൻ്റ് ഡ്യൂട്ടി ഓഫീസറും ഉണ്ട്. അവിടുത്തെ അസിസ്റ്റൻ്റ് ഡ്യൂട്ടി ഓഫീസറായിരുന്ന തൊടുപുഴ സ്വദേശിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കഞ്ചാവും MDMA-യും വിറ്റതിന് പോലീസല്ല അറസ്റ്റ് ചെയ്തതെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു 2022. അത് സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് എക്സൈസ് വകുപ്പ് പോലീസിന് കൈമാറിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ഈ അച്ചടക്ക നടപടി നടത്തുന്നതിനായി, അല്ലെങ്കിൽ വാചകീയ അന്വേഷണം നടത്തുന്നതിനായിട്ട് H2 42-987/22 ഡേറ്റ 10/12/22 ഉത്തരവ് പ്രകാരം എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. അതുപ്രകാരം ഞാൻ അതിൽ എൻക്വയറി നടത്തി റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനും മറ്റൊരാളൂടെ ചേർന്ന് കഞ്ചാവും MDMA-യും വിറ്റു എന്നുള്ളതായിരുന്നു എക്സൈസിൻ്റെ കേസ്. അത് സംബന്ധിച്ചായിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തുന്നതിനായിട്ട് എനിക്ക് നൽകിയ റിപ്പോർട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള പ്രൂവ്ഡ് PR മിനിറ്റ്സും ഇക്കാര്യത്തിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ എൻക്വയറി ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഒരു കത്ത് ലഭിച്ചു. ആ കത്തെന്ന് പറയുന്ന, ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഈ കഞ്ചാവ് പുറത്തുനിന്ന് വാങ്ങിയല്ല വിൽക്കുന്നത്. ഇത് പോലീസിനെ സൂക്ഷിക്കാനായിട്ട് കോടതി ഏൽപ്പിച്ചിരിക്കുന്ന കഞ്ചാവും MDMA-യുമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. DHQ-ലെ അസിസ്റ്റൻ്റ് ഡ്യൂട്ടി ഓഫീസറാണ് ഇയാൾ. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് തന്നെ എടുത്ത് ആണ് ഇത് വിൽക്കുന്നത്, പുറത്തുനിന്ന് വാങ്ങിയല്ല വിൽക്കുന്നത്. അതായത് കോടതി പോലീസിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കഞ്ചാവ്. ഒരു പക്ഷേ ഈ കഞ്ചാവ് എടുക്കുമ്പോൾ പോലീസുകാരൻ ശ്രദ്ധിക്കുമായിരിക്കും. കാരണം വിസ്താരം നടക്കാത്ത കേസുകളിൽ ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. കാരണം പിന്നീട് ഇത് കോടതിയിലെത്തും, അതിൽ കുറവുണ്ടെങ്കിൽ അറിയാൻ പറ്റും. തൂക്കി ശരിക്കും നോക്കുന്നില്ല. MDMA ശാലം എടുത്താലും അറിയണമെന്നില്ല. എന്തായാലും സാധാരണഗതിയിൽ ട്രയൽ കഴിഞ്ഞ കേസുകളിലെ ആയിരിക്കാം എടുക്കുന്നതെന്ന് നമുക്ക് പ്രിസ്യൂം ചെയ്യാം. ഏതായാലും ഇങ്ങനെ ഒരു കത്ത് കിട്ടി. അപ്പം പിന്നീട് എനിക്കൊരു ഫോൺ കോളും വന്നു. ഇത് സൂചി ഉപയോഗിച്ചാണ് MDMA എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും കോടതി ഏൽപ്പിച്ച കഞ്ചാവ് അവിടെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല, അസിസ്റ്റൻ്റ് ഡ്യൂട്ടി ഓഫീസറുടെ കയ്യിൽ സീൽ ചെയ്യപ്പെട്ട സ്ഥലത്തിൻ്റെ താക്കോൽ കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഡ്യൂട്ടി ഓഫീസറായിരുന്ന ആൾ ഈ വാചകീയ അന്വേഷണത്തിൽ പൂർണ്ണമായും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കള്ള അറ്റൻഡൻസാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇടുക്കിയിലെ പല പോലീസ് സ്റ്റേഷനുകളിലും 10 ദിവസം ഡ്യൂട്ടിയും 30 ദിവസം ശമ്പളമാണ്. ചില പോലീസ് സ്റ്റേഷനിൽ 15 ദിവസം ഡ്യൂട്ടിയും 30 ദിവസം ശമ്പളമാണ്. ഇപ്പോൾ മറയൂരും മുല്ലപ്പെരിയാർ പോലുള്ള സ്ഥലങ്ങളിലാണ് 10 ദിവസം ഡ്യൂട്ടിയും 30 ദിവസം ശമ്പളം, 30 ദിവസം ഒരു മാസം പൂർണ്ണമായ ശമ്പളവും ലഭിക്കുന്ന സ്ഥലങ്ങൾ.
എന്തായാലും വാചക അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് സ്ഥലമൊക്കെ പോയി സന്ദർശിച്ചു, അതിൻ്റെ എൻക്വയറി നടത്തി, അതിന് പ്രൂവ്ഡ് മിനിറ്റ്സ് കൊടുത്തു. ഇപ്പോൾ ഈ പരാതി കിട്ടി. പരാതി ഞാൻ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭ്യമാക്കി. കാരണം മുല്ലപ്പെരിയാർ DYSPക്ക് സുമോട്ടോ ആയിട്ട് അങ്ങനെ ഒരു പരാതിയിൽ അന്വേഷണം നടത്താനുള്ള അവകാശമൊന്നുമില്ല. എന്തായാലും ഞാൻ തിരക്കിയതിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളും അടിസ്ഥാനത്തിൽ ഈ എക്സൈസിൻ്റെ കേസിൽ കാര്യമായിട്ട് ഒരു സോഴ്സ് സംബന്ധിച്ച് കാര്യമായൊരു അന്വേഷണം നടത്തിയിട്ടില്ല. ഈ വാചകീയ അന്വേഷണത്തിൽ ഈ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ, MDMAയും കഞ്ചാവും വിറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് ക്യാമ്പിലെ കഞ്ചാവ് അല്ല എന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. അതായത് കൂട്ടുപ്രതിയെ കൊണ്ടും അങ്ങനെ തന്നെയാണ് അയാൾ മൊഴി ധരിപ്പിച്ചത്. കാര്യമായിട്ട് ഈ പറയുന്ന കത്തിലൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതിനുള്ള നട്ടുള്ള സംവിധാനം നമ്മുടെ പോലീസ് സിസ്റ്റത്തിൽ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാകത്തില്ല. കാരണം കോടതി ഏൽപ്പിച്ച സാധനമാണ്. ഈ താക്കോൽ ഉൾപ്പെടെയുള്ള സംവിധാനം ഈ പോലീസുകാരുടെ കൈ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഇയാൾ അസിസ്റ്റൻറ്റ് ഡ്യൂട്ടി ഓഫീസറാണ്. സീല് അവിടെ തന്നെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും സീല് പൊളിക്കാം, തിരിച്ച് അതുപോലെ തന്നെ സീൽ ചെയ്ത് വെക്കാനും പറ്റും. കാര്യത്തിലൊന്നും ആർക്കും അത് സംശയം വേണ്ട. കാരണം ഡ്യൂട്ടി ഓഫീസർ ആയിരിക്കാം ആളിനാൾ. ഇയാൾ പാറാവ് വേണമെങ്കിൽ കയറാം ഒരു ദിവസം, അല്ലെ കയറാതിരിക്കാം. ഇയാൾക്ക് പോലീസുകാരുടെ ഇടയിൽ അമിത സ്വാധീനം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഡ്യൂട്ടി ഓഫീസർക്കും അമിത സ്വാധീനമുണ്ട്. കാരണം ഈ വിത്തൗട്ടിലൊക്കെ ആളിനെ നിർത്തി കള്ള അറ്റൻഡൻസ് കൊടുക്കുന്നത് ഡ്യൂട്ടി ഓഫീസറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇത് തുറന്ന് എടുക്കേണ്ട സാധനം എടുത്ത് പിന്നീട് ഇത് തൂക്കി നോക്ക്, ഇത് പിന്നീട് ഡിസ്പോസ് ചെയ്യുമ്പോൾ തൂക്കി നോക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. MDMA സൂചി വെച്ച് എടുത്താൽ അറിയാനും പറ്റത്തില്ല. ലീക്കുണ്ടായി അല്ലെങ്കിൽ ഇത് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും കോടതി ട്രയലിന് വരുന്നത്. അപ്പോൾ എന്തായാലും ശരി, അതിൽ കാര്യമായൊരു പരിശോധന ആ കേസിൽ സോഴ്സ് സംബന്ധിച്ചുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടിയ പരാതി ഞാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയെന്ന്. ജില്ലാ പോലീസ് മേധാവിയെ ഫോണിൽ വിളിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. ഇങ്ങനെ ഒരു ഇതുണ്ട്, ഈ അറ്റ്ലീസ്റ്റ് ഈ അവിടെ ഉള്ള സീൽ ചെയ്യപ്പെട്ട് സൂക്ഷിച്ചിട്ടുള്ള അവിടെ തുറന്നത് പരിശോധിക്കണം എന്നതിലുപരിയായിട്ട് ഈ കോടതിയിൽ തീർപ്പാക്കപ്പെട്ട കേസുകളിലെ തൊണ്ടിമുതലുകൾ നശിപ്പിക്കുകയും വേണം എന്ന് ഞാൻ അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന് എനിക്ക് ഈ പരാതി കിട്ടിയ അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കെങ്ങനെ ഈ പരാതി കിട്ടിയെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കെങ്ങനെ പരാതി കിട്ടിയെന്ന്. പരാതി അയച്ചവർക്ക് ഒരുപക്ഷെ സിസ്റ്റത്തിൽ വിശ്വാസം കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്ക് പരാതി അയച്ചത്. പക്ഷെ അവർക്കറിയില്ലായിരിക്കാം ഈ പരാതി എന്നിൽ എനിക്ക് അന്വേഷിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുള്ളത് ഒരുപക്ഷെ അവർക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കാം. എന്തായാലും ഇതൊരു സോഴ്സിനെ സംബന്ധിച്ച് കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. അതിൽ കേസിൽ കുറ്റപത്രം കൊടുത്തു. വാചക അന്വേഷണ നടപടികൾ ഇപ്പോൾ നിയമ നടപടികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പോലീസുകാരെ വിലസി നടക്കുന്നെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. അത് ഈ പോസ്റ്റിട്ട ഉദ്യോഗസ്ഥൻ അതിന് എന്നെ കുറ്റപ്പെടുത്തേണ്ട ഒരു യാതൊരു വിധമായ ആവശ്യവുമില്ല. ഇനി പോസ്റ്റിട്ട ഉദ്യോഗസ്ഥനെ പറ്റി 2 വാക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഒരു അച്ചടക്ക നടപടിയായി ബന്ധപ്പെട്ട് ഞാൻ മുല്ലപ്പെരിയാറിൽ എത്തിയതിന് ശേഷം ആദ്യം കിട്ടിയ ഒരു പ്രാഥമിക അന്വേഷണമാണ് ഈ പോസ്റ്റിട്ട ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം. എച്ച് പെണ്ണ 641/2019 ഡേറ്റഡ് 16/12/19 ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ എന്നെ ചുമതലപ്പെടുത്തി. സംഭവം എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് ആളിനെ കൊണ്ട് ജോലി തട്ടിപ്പാണ്. ഇസ്രായേലിലേക്ക് ആളിനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഇയാളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് ഉൾപ്പെടെ പൈസ 3 ലക്ഷം രൂപയാണെന്ന് എൻ്റെ ഓർമ്മ ലഭ്യമാക്കി അയാൾക്ക് ജോലി കിട്ടാത്തതുമായി ബന്ധപ്പെട്ടെടുത്ത ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പിന്നീട് ഇയാൾ പൈസ തിരികെ കൊടുത്തൊക്കെ അത് അട്ടിമറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഒരു ജില്ലാ പോലീസ് മേധാവി ഉത്തരവിടുകയും പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടത് തെളിയിക്കപ്പെടുകയും, കാരണം ഇയാളുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട്, മറ്റേ അയാൾക്ക് ജോലി കിട്ടിയിട്ടില്ല, പിന്നീട് അയാൾ പൈസ കൊടുത്ത് തീർത്തു എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉള്ള അച്ചടക്ക നടപടി തീർപ്പാക്കാനായിട്ട് ഡിസിപ്ലിനറി അതോറിറ്റിക്കൊരു അവകാശമുള്ള കാര്യമൊന്നുമല്ല. പോലീസുകാരനൊരു പ്രത്യേകിച്ചൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, അത് പ്രകാരമാണ് അയാൾ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ ജോലി തട്ടിപ്പിന് വിധേയനായ ഇരയുടെ പരാതി തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. അയാൾ തന്നെയാണ് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുള്ളത്. ഞാനത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് അത് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ്
അല്ലെങ്കിൽ അയാളെ ജില്ലാ പോലീസ് മേധാവി സഹായിച്ചു എന്ന് പറഞ്ഞ് അയാൾ ഈ പറയുന്ന എൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളതാണ്. അതിൽ അയാൾക്കൊരു നല്ല നമസ്കാരം പറയുക. കാരണം കുഴപ്പം പോലീസ് സിസ്റ്റത്തിനുള്ളതാണ്, ജില്ലാ മേധാവിമാർക്കുള്ളതാണ്, രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് പിന്നെ അച്ചടക്ക നടപടികൾ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും അയാൾ ഈ ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തട്ടെ, നമ്മുടെ മേധാവിമാർ വീണ്ടും അയാളെ സഹായിക്കട്ടെ. ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ല, പീരുമേട്ടിൽ ഒരു ഹോട്ടൽ തന്നെ വാടകയ്ക്കെടുത്ത് ഒരു വേശ്യാലയം നടത്തി. അതിന് തൊട്ട് മുമ്പ് തന്നെ അയാൾക്ക് വേറൊരു സംവിധാനം നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ ഒരു ബാർ അയാൾ നടത്തിയിരുന്നതായിട്ടാണ് ആ സ്പെഷ്യൽ റിപ്പോർട്ട് പ്രകാരം കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അച്ചടക്ക നടപടി എന്നെ ഏൽപ്പിച്ചു. അത് പോലീസ് ആസ്ഥാനത്തെ AIG 1 ആണ് ഏൽപ്പിച്ചത്. അതിന് കാരണം അയാൾ ഡ്രൈവറാണ്. ഡ്രൈവർമാരുടെ കേരളത്തിലെ ഡിസിപ്ലിൻഡ് അതോറിറ്റി അതാത് ജില്ലയിലെ പോലീസ് മേധാവിമാരല്ല, പോലീസ് ആസ്ഥാനത്തെ AIG 1 ആണ്. അതിൻ്റെ ഒരു പ്രാരംഭ ഇതൊക്കെ കഴിഞ്ഞു. കാരണം ഇയാൾക്കെതിരെയും ഇവിടെ കേസുണ്ട്. കുറേ സ്ത്രീകളെയും അവിടുന്ന് അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പീരുമേട് പോലീസ് നീക്കം ചെയ്തിട്ടുണ്ട്. കുറേ ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വേശ്യാലയം നടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും വളരെ സീരിയസ് സ്വഭാവമുള്ള ഒരു സംഭവമാണ്. അതിൽ ഇയാളെ സസ്പെൻഷന് വിധേയമാക്കിയിട്ടുമുണ്ട്. അപ്പം ഇയാൾക്ക് ഈ എൻക്വയറിയിൽ ഞാൻ ഈ എൻക്വയറി ഓഫീസറെ ഇവർ താല്പര്യമില്ലെങ്കിൽ മാറ്റും. അപ്പോൾ എൻക്വയറി ഒരു സ്റ്റേജിലായ സമയത്ത് ഇയാൾ പരാതിയായിട്ട് ബന്ധപ്പെട്ടു. അതായത് ഞാൻ ഈ എൻക്വയറി നടത്താൻ അരുത്, എന്നിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ഇയാൾ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞാനും അതിന് അനുകൂല റിപ്പോർട്ട് കൊടുത്തു. കാരണം നാളെ ഇയാൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അന്ന് ഞാൻ എൻക്വയറി ഓഫീസറെ മാറ്റണം എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിട്ട് പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറയുന്നതിൽ നല്ലത് എൻക്വയറി ഓഫീസറെ മാറ്റുന്ന പരാതിയിൽ ഞാനും അയാളെ എൻക്വയറി ഓഫീസറെ എന്നെ മാറ്റുന്നത് നല്ലതാണ്, മറ്റൊരാളെ എൻക്വയറി ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് കൊടുത്തു. അത് പ്രകാരം എൻക്വയറി ഓഫീസറെ എന്നെ മാറ്റി എനിക്ക് തോന്നുന്നു അഡീഷണൽ SP മറ്റോ എൻക്വയറി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഇനി പറഞ്ഞത് ഇവർക്ക് താല്പര്യത്തിന് അല്ലെങ്കിൽ ഇവരുടെ ഈ രാഷ്ട്രീയ നാടകത്തിന് അല്ലെങ്കിൽ ഈ സംഘടനാ ചട്ടക്കൂട്ടിനകത്ത് പെടാത്ത ഉദ്യോഗസ്ഥരെ എൻക്വയറി ഏൽപ്പിച്ചാൽ ആ എൻക്വയറി ശരിയായി നടത്താനായിട്ട് ഇവർ താമസിക്കത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് 3 അച്ചടക്ക നടപടികളാണ് ഇടുക്കി ജില്ലയിൽ എൻക്വയറി എന്നെ ഏൽപ്പിച്ച ശേഷം തിരികെ വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ളത്. കാരണം ശരിയായ ഒരു എൻക്വയറി അവരെ ആഗ്രഹിക്കുന്നില്ല ഈ സിസ്റ്റം എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഈ പോലീസ് ക്യാൻറ്റീനിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്നു, പോലീസ് സൊസൈറ്റികളിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ 2 വീഡിയോകളിലായിട്ട്. ഇനി ചിട്ടി നടത്തി ജീവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇടുക്കി ജില്ലയിൽ. ഉച്ച കഴിഞ്ഞ് പിരിവിനിറങ്ങും പൈസ കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒരു ജോലിയും ചെയ്യാതെ തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരാളെ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓർഡറാക്കി. അപ്പോൾ അയാൾക്ക് വീൽ ചെയർ ഇല്ലാതെ അയാൾക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റത്തില്ല. ഔദ്യോഗിക നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ എൻ്റെ അഭിപ്രായത്തിൽ സഹായിക്കേണ്ട ബാധ്യത നമ്മുടെ സിസ്റ്റത്തിനുണ്ട്, പോലീസ് സിസ്റ്റത്തിനുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. അല്ലാതെ ഒരാളെ പിന്നെ പ്രൊമോഷൻ ഉൾപ്പെടെ സമയം നൽകി ഒരു വർഷത്തിൽ ഒരു ദിവസം പോലും പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത ഒരാളെ എന്തിന് സംരക്ഷിക്കപ്പെടണം? അയാളെ സംബന്ധിച്ച് അയാൾ നിർബന്ധിത VRS എടുത്ത് പോകണം. ഇപ്പോൾ ഇയാളിവിടെ ജോയിൻ ചെയ്ത ദിവസം ഞാൻ നെടുമ്പാശ്ശേരിയിൽ കോവിഡ് സംബന്ധിച്ച് സ്പെഷ്യൽ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞിങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അയാൾക്ക് വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഇൻസ്പെക്ടർ അയാൾക്ക് 3 ദിവസം ലീവ് കൊടുത്തു. ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അയാൾ മെഡിക്കലാക്കി പോവുകയും ചെയ്തു. അയാളെപ്പറ്റി മനസ്സിലാക്കിയ വിവരങ്ങൾ വെച്ചൊരു മെഡിക്കൽ ബോർഡ് മുമ്പ് ഹാജരാക്കാനായിട്ട് ഞാനൊരു റിപ്പോർട്ട് കൊടുത്തു. ഒന്നും സംഭവിച്ചില്ല. അയാൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ട്രാൻസ്ഫറായിട്ട് അങ്ങ് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ പല വഴിക്കാണ് ആളുകൾ ശമ്പളം വാങ്ങിക്കുന്നത് പോലീസിൽ. ഒരു ജോലിയും ചെയ്യാൻ തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോയാൽ പറ്റാത്ത ആളുകൾ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങിക്കുന്നു എന്ന് മാത്രമല്ല പ്രൊമോഷനും ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതെല്ലാം ഈ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ മേധാവിമാരും, ജില്ലാ പോലീസ് മേധാവി, അങ്ങനെ ചില മേധാവിമാർ ആയിട്ട് ഇടുക്കിയിൽ വരുന്ന മേധാവിമാരൊന്നും ഏതെങ്കിലും
ഈ രാഷ്ട്രീയ നേതൃത്വത്തെ അതിക്രമിച്ച് മുന്നോട്ട് പോകത്തക്ക ഇച്ഛാശക്തിയോ പിന്നെ പ്രാപ്തിയോ ഉള്ളവരാണെന്ന് ഉള്ള അഭിപ്രായമുള്ള ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ശരി, NDMA കച്ചവടവും കഞ്ചാവ് കച്ചവടവും ഇനിയും സമർത്ഥമായിട്ട് തഴച്ച് വളരട്ടെ. പോലീസിൽ അല്ലെങ്കിൽ വേശ്യാലയം നടത്തിപ്പ് വളരട്ടെ. പിന്നെ ഈ പറയുന്ന ബാറ് വാടകയ്ക്കെടുത്ത് നടത്തിക്കുന്ന നടപടിയെല്ലാം തുടരട്ടെ. ഇതിനെല്ലാം ആശംസകളുമായിട്ട് നമ്മുടെ മേധാവിമാരും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടെന്നുള്ളത് നമുക്ക് പിന്നെ കരുതലോടെ കാണേണ്ടതായിട്ട് വരും. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.